100 കോടി ബഡ്ജറ്റിലൊരു സിനിമ എടുത്തിട്ട് അതിനൊരു 25 കോടിയുടെ വിഷ്വൽ എഫക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കരമായിട്ട് ലോകാവലത്തൊരു സിനിമയെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ്. അവർക്ക് 100% കൊടുക്കേണ്ട ഒരു കയ്യടി തന്നെയാണ്. അത് സാധാരണ ഷൂട്ടിങ്ങിന് ചുമ്മാ പോകുമ്പോൾ ഞാൻ കാലത്തിട്ടോണ്ട് പോയതാണ്. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടോണ്ട് വന്നതാണ്. പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസനല്ലാതെ പുതിയ കാളിദാസിൻ്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാലത്ത് തൊട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവരുടെ സംസാരം, കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജയറാമേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം റെട്രോയിലെ ആ ഡോക്ടർ വേഷമൊക്കെ ഒരിക്കലും ജയറാമേട്ടൻ മലയാളത്തിൽ ചിലപ്പോൾ അങ്ങനെ ആളെ വിഭാവനം ചെയ്യാൻ സാധ്യതയില്ല. ഇതിലിപ്പോൾ നോക്കുമ്പോൾ ഒരു മുനിവര്യനായിട്ടൊക്കെയാണ് തോന്നുന്നത്. അതാണ് ശരിക്കും എക്സൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയില്ല. അത് സിനിമ കാണുമ്പോൾ പറഞ്ഞായിട്ട് ഇത് കളയുന്നില്ല. അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് ഹീറോനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഏറ്റവും ക്രൂഷ്യലായിട്ട് സമയത്ത് മുഴുവൻ. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, അത്ര നല്ലൊരു ക്യാരക്ടറാണ്. അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ചെയ്തപ്പോൾ. കോസ്റ്റ്യൂംസിലൊക്കെ ഇപ്പോൾ ഭീകര അപ്ഡേഷനാണ്. കാളിദാസിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നതാണോ അതിന്റെ യൂത്ത്നെസിന്റെ കാരണം? അയ്യോ, അതില്ല. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇത് സാധാരണ ഷൂട്ടിങ്ങിന് ചുമ്മാ പോകുമ്പോൾ ഞാൻ കാലത്തിട്ടോണ്ട് പോയതാണ്. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടോണ്ട് വന്നതാണ്. ഈ മകളുടെ ഷൂട്ടിംഗ് സമയത്ത് നെസ്ലിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഒളിച്ചിരുന്ന് പഠിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. തേജയിൽ നിന്ന് എന്താ ഒളിച്ചിരുന്ന് പഠിച്ചത്? ഇവരുടെ കൂടെയൊക്കെ പറയുമ്പോഴല്ലേ നമ്മൾ പുതിയ ഓരോന്നൊക്കെ പഠിക്കുന്നത്. എല്ലാം മാറി നിന്ന് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി പഠിക്കുക, അതാണ്. അല്ലാണ്ട് അവർ നമ്മുടെ നിന്നല്ല, നമ്മൾ അവരുടെ നിന്നല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസനല്ലാതെ പുതിയ കാളിദാസിൻ്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാലത്ത് തൊട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവരുടെ സംസാരം, കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല നമുക്കിപ്പോൾ അവരുടെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും പഴഞ്ചനായിട്ടിരിക്കില്ലേ, അതാണ്. ജയറാമേട്ട, അതുപോലെ ഇപ്പോൾ ലോകം ഇറങ്ങിയ സമയത്ത് തെലുങ്ക് അവർ തന്നെ പറയുന്നത് വെച്ചാൽ ഇത്ര ചെറിയ ബഡ്ജറ്റ് ഇത്ര ക്രിയേറ്റീവായിട്ട് സബ്ജക്റ്റ് എങ്ങനെ സാധിക്കുന്നത്? കാരണം അവരൊരു ചെറിയൊരു സോങ്ങിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജയറാമേട്ടന് ഇത്രയും ലാംഗ്വേജിൽ പല സെറ്റുകൾ, പല ലൊക്കേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ക്രിയേറ്റീവായ കണ്ടന്റുകൾ വരുമ്പോൾ പഴയ ഒരു കാലത്തിൽ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ? ഇല്ല. ഒരു 100 കോടി ബഡ്ജറ്റിലൊരു സിനിമ എടുത്തിട്ട് അതിനൊരു 25 കോടിയുടെ വിഷ്വൽ എഫക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കരമായിട്ട് ലോകാവലത്തൊരു സിനിമയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 30 കോടി ബഡ്ജറ്റ് എടുത്ത സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മളെ കാണിക്കുന്ന എത്ര 100 കോടിക്ക് മുകളിലൊരു ബഡ്ജറ്റിൻ്റെ എഫക്റ്റുകൾ കൊണ്ടിരിക്കുന്നത്. അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ്. അവർക്ക് 100% കൊടുക്കേണ്ട ഒരു കയ്യടി തന്നെയാണ്. അത് ഭയങ്കര എല്ലാ ഭാഷ ഒന്നല്ല, ലോകം മുഴുവൻ കണ്ടുപഠിക്കേണ്ടതാണ്. How difficult was it to perform against green screens? Since the story is so complex and you have to perform high octane action sequences also, but there is no real locations, there is no real people. So how difficult was that? And what's your take on the new wave of Malayalam cinema, the most recent happening, that is Loka? Sir, first of all that we have achieved in the film, all that you are watching on in the trailer or the teasers is actually live locations, sir. We didn't use any green screens. It's all live locations except for that creatures, except for that thing. That is what we were telling. We went to very difficult places to shoot all these things. All those were live locations. But shooting in live locations, in such locations, was more difficult than doing on a green mat, definitely. But yes, we wanted to deliver something that looks very real, something that is natural. So we went until there to achieve that kind of visual. That's one thing. And about your second question, the new wave of Malayalam cinema, we are all really very proud. I am particularly very happy being if I may say, a part of Indian superheroes. I am very happy that a new Indian superwoman is out there, and I wish someday all these superheroes will collaborate in one Indian film and make it a real big Indian film out there in the market. Minnal Murli, Loka, Hanuman, or Veda from Mirai, all these people should come together one day, and I hope an Avengers Endgame should happen. Yeah.